നമസ്തേ. ഇന്ന് ഞാൻ ചോദിച്ചിരിക്കുന്നത് എന്നെ കാണുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണെന്നും യൂണിവേഴ്സ് അവർക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും അവരെവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഈ 3 കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് കറണ്ട് എനർജി എന്ന് പറഞ്ഞാൽ ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെത്ത് കേൾക്കുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇത് ഒന്നിൻ്റെ അവസാനവും മറ്റൊന്നിൻ്റെ തുടക്കമാണ്. നിങ്ങളൊരു കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള കരിയർ എൻഡ് ചെയ്ത് നിങ്ങൾ പുതിയതൊന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒട്ടും കൺഫ്യൂഷൻ വേണ്ട, പുതിയത് തിരഞ്ഞെടുക്കാം. കാരണം ഇവിടെ കാണുന്നത് ഒരു ഉദയസൂര്യൻ്റെയാണ്. അപ്പോൾ ഈ ഒരു കരിയർ അവസാനിച്ച് പുതിയതിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഏറെ പ്രതീക്ഷയോടെ തന്നെ നിങ്ങൾക്ക് ആ മാറ്റം വരുത്താവുന്നതാണ്. മറ്റൊന്ന്, എന്താണ് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത്? ഇത് നിങ്ങൾ ക്ഷമയോടെ പുതിയതിൽ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. അതിൻ്റെ റിസൾട്ട് ഇവിടെ ഒരു കർഷകൻ പുതിയത് അയാളുടെ വിളവെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പുതിയ കരിയറിൽ നിങ്ങൾക്ക് ശുഭപ്രതീക്ഷയോടെ ശ്രമിക്കുക. അത് എവിടേക്കാണ് നിങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കുക എന്ന് പറഞ്ഞാൽ സൺ കാർഡാണ്, ഉദയസൂര്യൻ്റെ കാർഡാണ്. ഉദയസൂര്യൻ നമ്മളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ആവേശഭരിതനായ ഒരു കൊച്ചുകുട്ടി, ഒരു നിഷ്കളങ്കമായ കുട്ടി പ്രതീക്ഷയോടെ മുന്നോട്ട് കുതിക്കുന്നു. സകല സമൃദ്ധിയും തന്നുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഈ മാറ്റം, ഈ കരിയറിൻ്റെ ചേഞ്ച് നിങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയേറുന്നൊരു കാർഡാണ് സൺ കാർഡ്. അപ്പോൾ ഈ മാറ്റം അങ്ങേയറ്റം നിങ്ങൾക്ക് അനുകൂല സമയമാണ്. പ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ കരിയറിൻ്റെ മാറ്റം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചാണെങ്കിൽ ഇവിടെ നിങ്ങൾ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധിക്കണം. ഒരു ചതി പറ്റാനോ സാമ്പത്തികം നഷ്ടപ്പെടാനോ ഉള്ളൊരു സാധ്യതയാണ് ഈ കാർഡ് കാണിക്കുന്നത്. എന്നാൽ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷയോടെ പ്രവർത്തിക്കുക, നിങ്ങളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക. നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമായും ആവേശഭരിതമായ ഒരു ഭാവി നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഇതാണ് ഇന്നത്തെ സന്ദേശം. താങ്ക് യു ഓൾ.